നോമ്പ് തുറക്കായിട്ട് സ്പെഷ്യലായിട്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് റവ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. റവ കൊണ്ട് ഇത്രയും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്നുള്ളത് നോക്കാം. അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ചോപ്പ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനിയൊരു വലിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്കൊരു ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എരിവനായിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഗരം മസാല, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു മസാലയൊക്കെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. ഫില്ലിങ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ അവിടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, അതുമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക, അതായത് ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അവിടെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കും ക്യാരറ്റുമാണ്, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരു മസാലപ്പൊടികളൊക്കെ ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക. ഒരുപാടൊന്നും വേണ്ട. പിന്നെ സോയാ സോസൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചെടുക്കുക. അതിലൊക്കെ ഉപ്പുണ്ടാവും. നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി വഴറ്റിയെടുക്കുമ്പോഴൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം സോയാ സോസൊക്കെ ഒഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഒരു സോസുകളൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചിക്കൻ വേവിച്ചിട്ട് ആയാലും കുഴപ്പമില്ല, എന്നാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ സാധാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് തന്നെ കൈ കൊണ്ട് തന്നെ പിച്ചെടുത്താലും മതി. ഈ ഒരു ചിക്കനും കൂടി ചേർത്തിട്ട് ഈ ഒരു മസാലയും ചിക്കനൊക്കെ നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒരു മിനിറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്തെടുക്കാനുള്ള ഇതൊന്നുമില്ല, ഒക്കെ ഓൾറെഡി കുക്കായി വന്നതാണ്. ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഡോന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സോയാ സോസ് കേട്ടോ. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സോയാ സോസ്. അപ്പോൾ എല്ലാം കൂടി പോകരുത്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ജസ്റ്റ് ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഏകദേശമൊക്കെ ഒന്നിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവ എന്ന കണക്കിനാണ് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് റവ ഒരു നല്ലോണം ഡ്രൈ ആയി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതിയാണ്. അപ്പോൾ റവ ഒക്കെ ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്, നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നല്ലോണം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്, പെട്ടെന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഡോ അവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു റവൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സമയമാകുമ്പോഴേക്കും ഇത് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം. ഇങ്ങനെ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ചൂടോടെ തന്നെ ഒരു നേരിയ ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പാർട്ടാക്കി എടുക്കണം. ഇതുപോലെ 2 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ച് നമുക്ക് 2 ഉണ്ടാക്കിയാൽ തന്നെ അതിൽ നിന്ന് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഒരു ബോള് ഇതുപോലെ അങ്ങനെ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് പരത്തിയെടുക്കാൻ എളുപ്പം അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ പൊടി വിതറി കൊടുക്കുക ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി.
പിന്നെ ഇത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിന്നാക്കി പരത്തിയെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട്, അപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടെണ്ണത്തിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് മാത്രമായിട്ട് ഇതാ ഈ ഒരു ഫില്ലിങ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിക്കാണ്ട് വേണം ഒന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ബാക്കിയുള്ളത് അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ തന്നെ അതങ്ങനെ അവിടെ നിൽക്കും കേട്ടോ. ഇനി ആ ഒരു സൈഡ് വശം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഒരു നല്ലൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കത്തി കൊണ്ട് തന്നെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ബോൾ അതും നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതാ ഞാനിതിൻ്റെ രണ്ട് സൈഡ് വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഇഡ്ഡലി ചെമ്പിലാണ് ആവി കയറ്റി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇതവിടെ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ ജസ്റ്റ് ഒന്നിങ്ങനെ മാറി വരുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുക്കായി വരാൻ അങ്ങനെയും കഴിക്കട്ടെ. നമ്മൾ ഓൾറെഡി റവൊക്കെ വെന്ത് വന്നതാണല്ലോ. അപ്പോൾ ഇത് ഒരുപാട് ടൈം ഇട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ അങ്ങനെ ജസ്റ്റ് അങ്ങനെ തിന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. മാത്രമല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്